അഭിനന്ദ, എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തുടർ നീക്കങ്ങൾ? സമരത്തിന് പിന്തുണയുമായി കൂടുതൽ ആളുകൾ എത്തുന്നുമുണ്ട്. എന്താണ് സമരനഗരിയിൽ അവരുടെ തീരുമാനങ്ങൾ? नहीं चलेगी, नहीं चलेगी, नहीं चलेगी, नहीं चलेगी. ബിജെപിയുടെ നിരാഹാര സമരം അത് തുടരാൻ തന്നെയാണ് അഭിജിത് ദീപ്കെ അടക്കമുള്ളവരുടെ തീരുമാനം. കൂടുതൽ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകൾ ഇപ്പോൾ പിന്തുണയുമായി ഇവിടെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. നോക്കൂ വിനീത, ഡിയർ ധർമ്മേന്ദ്ര പ്രധാൻ, റിപ്പോർട്ട് കാർഡ് സീറ്റ്സ്, നീഡ്സ് ഇംപ്രൂവ്മെന്റ്, റിസൈൻ, ഈ ഇതുപോലെയുള്ള പ്ലക്കാർഡുകൾ, പോസ്റ്ററുകൾ ഈ ജന്തർ മന്ദറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിൽ കാണുന്നു. ഇത്തരത്തിലേക്ക് സർഗാത്മകമായ പ്രതിഷേധം അത് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ എത്തിച്ച് സംഘടിപ്പിച്ച ഒരു സർഗാത്മകമായ പ്രതിഷേധത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പറയുക, അതിലൂടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഇപ്പോഴും ഈ ജന്തർ മന്ദറിന്റെ പല ഭാഗങ്ങളിൽ ജന്തർ മന്ദറിന്റെ ആ വാതിൽ കടന്ന് നിരവധി ആളുകൾ പ്രായഭേദമന്യേ എത്തുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. പാർട്ടികളുടെ പ്രതിഷേധം എന്ന് പറഞ്ഞു, സമൂഹ മാധ്യമങ്ങളിൽ ജൻസി വിപ്ലവം എന്ന് പറഞ്ഞ പ്രതിഷേധം. ഇപ്പോൾ കൂടുതൽ ആളുകൾ പ്രായഭേദമന്യേ, ജാതി ഭേദമന്യേ, സംസ്ഥാന ഭേദമന്യേ എത്തുന്ന കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണുന്നത്. ഈ ഓരോ കാഴ്ചകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. തൗസൻഡ്സ് ഓഫ് ഡ്രീംസ്, മില്യൺസ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഡിസ്ട്രോയിഡ് ബൈ പേപ്പർ ലീക്ക് മാഫിയ എന്ന് ഇവർ ഉയർത്തി കാണിക്കുകയാണ്. അതായത് പേപ്പർ ലീക്ക് മാഫിയ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലേക്ക് നീറ്റ് പരീക്ഷയിൽ പൂർണ്ണമായ സുതാര്യതയില്ലാത്ത പ്രവർത്തനം നടന്നു. NTA ആകമാനം ഇല്ലാതായ സാഹചര്യം, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ സ്ഥാനത്ത് നിന്ന് തുടരണം എന്നുള്ള ഒറ്റ ആവശ്യമാണ് ഇവർ ഓരോരുത്തരും, വരുന്നവരും പോകുന്നവരും ഇവിടെ നിൽക്കുന്നവരും സംസാരിക്കുന്നവരും പ്രസംഗിക്കുന്നവരും എല്ലാം പറയുന്നത്. ആ പ്രതിഷേധത്തിന്റെ ചൂട് അത് വർദ്ധിക്കുകയാണ് വിനീത. എന്തായാലും ഏതറ്റം വരെയും പോലീസ് നടപടി ഉണ്ടാകാം, സ്വാഭാവികം. തുടർ പ്രതിഷേധം അത് ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വിനീത. അഭിനന്ദ, ഇതിലിപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടോ? മാത്രമല്ല സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്? ഇന്നിപ്പോൾ ദില്ലി ഹൈക്കോടതി ഭാര്യയുടെ ഹർജി പരിഗണിച്ചിരുന്നില്ലല്ലോ, എന്താണ് പോലീസ് പറയുന്നത്? അഭിനന്ദ്, ഏതായാലും കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്നിൽ കൂടുതൽ ആളുകൾ കൂടി അവിടേക്ക് എത്തുകയാണ്. ജന്തർ മന്ദറിൽ വലിയ ജനത്തിരക്കാണ് കാണുന്നത്. ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. വൈസ് അഭിനന്ദ് തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും നൽകുകയായിരുന്നു. ഏതായാലും പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായുള്ള വലിയ ജനാവലിയാണ് കാണുന്നത്. പാർലമെന്റ് മാർച്ചിന് അനുമതി നൽകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും അറിയാൻ കഴിയുന്നത്. സമരനഗരിയിൽ വലിയ ആൾക്കൂട്ടവുമുണ്ട്. ഏതായാലും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നുമില്ല. സ്വകാര്യ ആശുപത്രിയിലേക്ക് സോനം വാങ്ചുക്കിനെ മാറ്റണമെന്ന ആവശ്യം ഇവർ പ്രധാനമായും ഉയർത്തിയിരുന്നു. ഭാര്യ ഇന്നിപ്പോൾ ഗീതാഞ്ജലി ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും അത് പരിഗണിക്കുകയും ചെയ്തില്ല. ഇപ്പോഴാ കൂടുതൽ ആളുകളൊക്കെ അവിടേക്ക് എത്തുന്ന. അഭിജിത് ദീപ്കെ അവരെ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണാം. ദീപ്കെ ആരോഗ്യവാനാണ്. അവിടെ നിരാഹാര സമരം തുടരുന്നുമുണ്ട്. SFI നേതാക്കൾ ഉൾപ്പെടെ അവിടെ നിരാഹാര സമരം തുടരുകയുമാണ്. ഏതായാലും അഭിനന്ദിലേക്ക് കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് വീണ്ടും എത്താം.